കിളിമാനൂരിലെ ദയനീയമായ കാഴ്ചകൾ തുടരുകയാണ്. ദിവ്യ പ്രസാദിലേക്ക്. പ്രസാദ്, ഇപ്പോൾ പ്രതീക്ഷ ഉണ്ടാകാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ ദുരിത ജീവിതം നമ്മൾ ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചു. ആ ദുരിത ജീവിതം കണ്ട അധികാരികൾ കണ്ണു തുറന്നിരിക്കുന്നു, ഇടപെടലുണ്ടായിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ പരിഹാരമുണ്ടാകുമെന്നുള്ള ഉറപ്പൊക്കെയാണ്. സ്ഥലം MLA അവിടെ തുടരുന്നുണ്ട്. അദാലത്ത് നടത്തുമെന്നാണ് MLA പറയുന്നത്. ഇപ്പോൾ അവിടെ 35 വീടുകളുണ്ടെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്. 35 വീടുകൾ എന്നുള്ളത് ആ പ്രദേശത്ത് തൊട്ടടുത്ത് തന്നെയായി അടുത്തടുത്തുള്ള വീടുകളാണോ പ്രസാദ്? എന്താണ് അവിടെ കാണാനാകുന്നത്? അതെ സ്മൃതി, ഇത് പ്രധാന റോഡിൽ നിന്ന് മാറി, അതിൽ നിന്ന് ഇട റോഡിൽ നിന്നും ഒരുപാട് മാറി, നമ്മൾ വണ്ടി വെച്ച് തന്നെ ഒരുപാട് നടന്നിട്ടാണ് ഈ ഏരിയയിലേക്ക് വന്നത്. അത്രയും അകത്തുള്ള ഒരു മേഖലയാണ് സ്മൃതി. ഇതിൽ നമുക്ക് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളെയും പ്രത്യേകിച്ച് MLAയും എല്ലാം ഒന്ന് അഭിനന്ദിക്കേണ്ടതുണ്ട്. സാധാരണ ഇത്തരം വാർത്തകൾ വരുമ്പോൾ വാർത്തകളെ തള്ളിക്കളയാനുള്ള ആവേശമാണെങ്കിൽ വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ OS അംബിക MLA ഇവിടെ എത്തി മീറ്റിംഗ് വിളിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞു. വളരെ പോസിറ്റീവായിട്ട് ഈ വാർത്തയോട് പ്രതികരിച്ചു എന്നതാണ്. MLA നമുക്കിപ്പോ 2-3 വീടുകൾ മാത്രമാണ് നമ്മൾ കണ്ടത്. ഈ ഏരിയ മൊത്തത്തിൽ ഒന്ന് പരിഗണിക്കുകയല്ലേ അല്ലേ? ഉറപ്പായിട്ടും പരിഗണിക്കാൻ വേണ്ടിയാണ് നമ്മൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ എത്ര വീടുകളുണ്ട്, ഏതൊക്കെ വേണം എന്നത് സംബന്ധിച്ചുള്ള ഒരു പരിശോധനയിലുണ്ടാവും. മന്ത്രിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സ്മൃതി. അവരുടെ സംസാരം തുടരട്ടെ. എന്തായാലും നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളെ സംബന്ധിച്ച് വളരെ അപൂർവം ഇടങ്ങളിലേക്ക് മാത്രമേ നമ്മുടെ ക്യാമറകൾ എത്തുന്നുള്ളൂ എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിലൊരു സംവിധാനം ഉണ്ടാകേണ്ടത് യഥാർത്ഥത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ്. ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ മനുഷ്യരുണ്ട് എന്ന് നമുക്ക് ഓരോ ഉദാഹരണങ്ങൾ വെച്ച് കാണിച്ചു കൊടുക്കാൻ മാത്രമേ സാധാരണ ഗതിയിൽ കഴിയാറുള്ളൂ. ഇന്നിപ്പോൾ വളരെ പോസിറ്റീവായിട്ട് MLAയും അതുപോലെ തന്നെ CPM നേതാക്കളും എല്ലാം തയ്യാറായതുകൊണ്ടാണ് നമുക്ക് ഈ വീടുകളിലേക്ക് ഉൾപ്പെടെ അവരുടെ ശ്രദ്ധയെ കൊണ്ടുവരാനും തൊട്ടടുത്ത ദിവസം തന്നെ യോഗം വിളിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നത്. ഇപ്പോഴും നമ്മൾ MLAയോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ കേളുമന്ത്രിയുമായി അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിനൊരു പരിഹാരമുണ്ടാകും. കാരണം പട്ടികജാതി സംവിധാനത്തിൽ ആളുകൾക്ക് അവരുടെ ഫണ്ടിന് ഒരു കുറവുമില്ല. അത് കൃത്യമായി വിനിയോഗിക്കാൻ നമ്മുടെ സംവിധാനത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടല്ലോ, ആ 2 വീടിന് 1.5 ലക്ഷം വീതം നന്നായി ചെലവാക്കിയിരുന്നുവെങ്കിൽ അത്യാവശ്യം താമസിക്കാൻ പറ്റുന്ന പാകത്തിലേക്ക് ആ വീട് ആക്കാമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിൽ ഇടനിലക്കാർ കൊണ്ടുപോയി, അതിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തന്നെ അതിൽ ഇടപെട്ടു എന്നുള്ളതാണ്. ആ പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണെന്നുള്ള കാര്യം നമ്മൾ പറയണം. കോൺഗ്രസിന് അതിൽ ഉത്തരവാദിത്തമുണ്ട്. കോൺഗ്രസ് നേതാക്കൾ ഇതിൽ പ്രതികരിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ആ വൈസ് പ്രസിഡന്റ് ആ പഞ്ചായത്തിലെ തന്നെ താൽക്കാലിക ജീവനക്കാരനായ ഒരു ഡ്രൈവർക്ക് അതിന്റെ ജോലി കൊടുത്തത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതിന്റെ അർത്ഥം അത് പഞ്ചായത്ത് മെമ്പറായ വൈസ് പ്രസിഡന്റിന്റെ ബിനാമിയാണോ എന്ന് സംശയിക്കണം. അങ്ങനെയല്ല എങ്കിൽ പറ്റില്ല പ്രസാദ്. കാരണം നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് അല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞു, ഈ പറയുന്ന സുധീർ എന്ന വ്യക്തി ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തികൾ എടുത്തു കൊടുക്കുന്ന ഒരാളാണ്, ആ തരത്തിൽ അയാൾക്ക് അതിൽ ഒരു കഴിവുണ്ട് എന്ന് കണ്ടിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, അതൊരു നിർബന്ധിതമായ സാഹചര്യം ഉണ്ടാകുന്നതാണ് സംശയം. അതിലും ഒരു പ്രശ്നമുണ്ട്. അതിലും ഒരു പ്രശ്നമുണ്ട് സ്മൃതി. അതായത് ഈ സുധീറിന്റെ കാര്യത്തിൽ സുധീറിനെ ഇവര് കണ്ടെത്തിയതോ ഇവർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ മെമ്പറോട് അങ്ങോട്ട് പറഞ്ഞതോ അല്ല. ഇവർ ഈ പണം വന്നു എന്നറിഞ്ഞ ഉടൻ തന്നെ മറ്റൊരാളെ ഇതിന്റെ പണിക്ക് വേണ്ടി ഏർപ്പാടാക്കുകയാണ്. അവരെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ സുധീറിനെ നിർബന്ധപൂർവ്വം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതാണ് പറയുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും നിഷേധിക്കുന്നില്ല എന്നുള്ളതാണ്. ജനപ്രതിനിധിക്ക് ആത്യന്തികമായതിലൊരു പ്രശ്നം ഇവർ ഇതിൽ അജ്ഞരാണ് എന്നുള്ളതാണ്. കാരണം അവരെ മുതലെടുക്കാൻ എളുപ്പമാണ്. അതാണല്ലോ അവരുടെ പ്രതികരണത്തിൽ മനസ്സിലാക്കുന്നത്. അവർ വിചാരിക്കുന്നത് ആ പണം അത് മുഴുവൻ എടുത്ത് അവിടെ ആ നിർമ്മാണത്തിന് ആ പറഞ്ഞ വ്യക്തിക്ക് കൊടുത്തില്ല എങ്കിൽ പോലീസ് എത്തുമോ എന്ന് ഭയന്നു എന്നൊക്കെയാണ് ആ വീട്ടമ്മ നേരത്തെ പ്രതികരിച്ചപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ആ പാവങ്ങളെ പറ്റിക്കാൻ എളുപ്പമാണ്. ആ പറ്റിക്കൽ ചിലപ്പോൾ കുറച്ചു കാലമായി തുടരുന്നതായിരിക്കാം. ഈ 2 വീടുകളുടെ അവസ്ഥ ഇപ്പോൾ പ്രസാദിന് അറിയാൻ കഴിഞ്ഞതുകൊണ്ട് അതിപ്പോൾ പുറം ലോകത്തേക്ക് എത്തി. അത് തന്നെയാണ് സ്മൃതി, ഏറ്റവും സങ്കടകരമായ ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ ഈ വീടിന്റെ, നമ്മൾ നേരത്തെ ഇപ്പോൾ കണ്ട ഷീറ്റ് കൊണ്ട് മൂടിയ വീടിന്റെ പിറകുവശത്താണ് ഉള്ളത്. എന്തായാലും ഒരു പേടിപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ്. കുഞ്ഞുകുട്ടികൾ, 2 പെൺകുഞ്ഞുങ്ങളാണ് ഈ വീട്ടിൽ എന്നാണ് ആ ഗൃഹനാഥൻ നമ്മളോട് പറഞ്ഞത്. ഒന്നുമില്ല, ഒരു വീടിന്റെ രൂപം മാത്രമേ ഉള്ളൂ. അതായത് മഴ നനയാതെ
കയറി കിടക്കാം എന്നൊരു സംവിധാനം ഇത് നമ്മുടെ കേരളത്തിലാണെന്ന് പറയുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത് സ്മൃതി. ഇതൊക്കെ നമ്മുടെ പുറത്തറിഞ്ഞിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ ഇവരെ സഹായിക്കാൻ സർക്കാരിന്റെ പദ്ധതികൾ ഉണ്ടായേനെ, മറ്റ് സ്വകാര്യ വ്യക്തികളെങ്കിലും ഇവരെയൊക്കെ സഹായിക്കാൻ വേണ്ടി വന്നേനെ എന്നതാണ് നമുക്ക് കാണാം. ഇവിടെ ഒന്നുമില്ലാത്ത ചുറ്റുപാടിൽ ജീവിക്കുന്ന നിരവധി മനുഷ്യരുള്ള ഒരു മേഖലയിലേക്കാണ് നമ്മൾ എത്തിപ്പെട്ടത്. എന്തായാലും വീടിന് അനുവദിച്ച പണം മറ്റാരോ കൊണ്ടുപോയതിന്റെ പേരിൽ നമ്മൾ ഇവിടേക്ക് എത്തി. അങ്ങനെയാണ് ഈ വീടുകൾ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ തന്നെ MLA ഇവിടെ എത്തി. MLA മന്ത്രിയുമായി സംസാരിക്കുന്നു, സർക്കാർ സംവിധാനങ്ങളെ ഇടപെടിപ്പിക്കുന്നു. തഹസിൽദാരും വില്ലേജ് ഓഫീസർമാരും മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്നുകൊണ്ട് ഇനി ഇവിടെ ഒരു ചർച്ച ചെയ്ത് ഏതൊക്കെ വീടുകളാണ് വേണ്ടത് എന്ന പരിശോധന നടത്തി. ഇവർക്ക് മിക്കവർക്കും പട്ടയമില്ല, സ്വന്തമായി ഭൂമിയില്ല. ആ ഭൂമിയില്ലാത്തവർക്ക് 3 സെന്റോ മറ്റോ ഭൂമി അനുവദിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഭൂമിയില്ലാത്തവർക്കും വീടില്ലാത്തവർക്കും ലൈഫ് പദ്ധതിയിൽ വേറെ പദ്ധതിയുണ്ട്.